Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എഴുതി നിർത്തിയത്? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? എവിടെ വരെ എഴുതി നിർത്തിയത്? മൈക്രോസോഫ്റ്റ് എക്സൽ എടുക്കണം. എക്സല് നമ്മൾ പറഞ്ഞില്ലേ, എക്സലിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞില്ലേ? ബാക്കിയുള്ളത് എടുക്കണം. ആപ്ലിക്കബിലിറ്റി ആണ് എടുക്കേണ്ടത് അല്ലെ? ഓക്കെ, അത്രയും വലിയ ക്ലിയർ ആണോ? നമ്മള് വേർഡ് എടുത്തു, പവർ പോയിന്റ് എടുത്തു, എക്സലിന്റെ ആ ഫീച്ചേഴ്സ് വരെയും എടുത്തു നിർത്തിയിരുന്നു. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ എക്സലിന്റെ MS എക്സൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം അതിന്റെ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ? അതിൽ ഹോസ്പിറ്റലില് ഈ ഒരു എക്സൽ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് അതിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. അപ്പൊ ഇതിന്റെയൊക്കെ ഹെഡിങ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതിനുള്ളിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഹെഡിങ്സ് എന്തായാലും നിർബന്ധമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് ഏതാണ്, അല്ലെങ്കിൽ ഇത് ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ മാറിപ്പോവാൻ പാടില്ല. അപ്പൊ അതിൽ ആപ്ലിക്കബിലിറ്റി, കാരണം നമ്മൾ മൂന്നിടത്തിന്റെയും ആപ്ലിക്കബിലിറ്റി പറയുന്നുണ്ട് അല്ലെ? വേർഡിന്റെ പഠിച്ചു, പവർ പോയിന്റിന്റെ പഠിച്ചു, ഇനി നമ്മൾ എക്സലിന്റെ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. അപ്പൊ ഡേറ്റയുമായി ബന്ധപ്പെട്ട നമുക്ക് മാനേജ്മെന്റ് ആയിക്കോട്ടെ, അനാലിസിസ് ആയിക്കോട്ടെ, കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? അതെന്തുമായിട്ട് തന്നെയാണ്? എക്സലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസിൽ എന്താണ് പറയുന്നത് നോക്കാം. The MS Excel offers strong tools for controlling and analyzing vast amount of data. ഒത്തിരി നിരവധി amount of ഡേറ്റാസ് നമുക്ക് ഈ ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി, അവിടെയുള്ള എക്സലിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ട്രോങ് ടൂൾസിന്റെ സഹായത്തോടു കൂടി എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡേറ്റാസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഡേറ്റാസിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ അനലൈസ് ചെയ്യാനും നമുക്ക് ഈ ഒരു MS എക്സൽ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം വഴി സാധിക്കുന്നുണ്ട്. ആൻഡ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, അപ്പൊ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടാം? ഹോസ്പിറ്റലിന്റെ റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ? ദെൻ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഉൾപ്പെടും അല്ലെ? ഫിനാൻഷ്യൽ ഡേറ്റാസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡേറ്റാസ് വരുന്നുണ്ട്. ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്. എന്താണ് ഇൻവെന്ററീസ്? എന്താണ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വിവര പട്ടികകൾ അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി വിവരങ്ങൾ, ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഒരു വിവര പട്ടികകൾ വേണം അല്ലെ? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റില് ഇന്ന സാധനങ്ങളാണ് അവിടെ ഉള്ളത്, അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വേറെ സാധനങ്ങൾ, അപ്പൊ അതിന്റെ ലിസ്റ്റ് എപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ ഒരു വിവര പട്ടികകള് കൃത്യമായിട്ട് ഈ സ്ഥാപനം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള can all be efficiently planned and stored in Excel spreadsheet. നമുക്ക് ഈ എക്സലിന്റെ ഈ പറയുന്ന സ്പ്രെഡ്ഷീറ്റുകളില് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റൽ റെക്കോർഡുകളാണെങ്കിലോ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ആണെങ്കിലും, ഫിനാൻഷ്യൽ ഡേറ്റാസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന വിവര പട്ടികകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ആസൂത്രണം ചെയ്ത് നമുക്ക് ഈ ഒരു എക്സലിന്റെ സ്പ്രെഡ്ഷീറ്റില് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. The software's functionalities. ഇനി ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു ഫംഗ്ഷനാലിറ്റി ആണ് ലൈക്ക് സോർട്ടിംഗ്, ഫിൽട്ടറിംഗ് ആൻഡ് ഡേറ്റ വാലിഡേഷൻ, make us
able to effectively find and analyze data, providing valuable insights for decision making and resource allocation. ഇനി എന്താ പറയുന്നത്, ഈ ഒരു സോഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ഡേറ്റാസിനെ സോർട്ട് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് മാത്രം നമുക്ക് അവിടെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഡേറ്റാസിനെ വാലിഡേറ്റ് ചെയ്യാൻ, അതിന് സാധൂകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടും വളരെ കാര്യക്ഷമമായിട്ടും നമുക്ക് ഡേറ്റാസിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊവൈഡിങ് വാല്യുബിൾ ഇൻസൈറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്താൻ. അതുപോലെ ഇപ്പൊ ഒരു ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് ആണെങ്കിൽ അവിടെ ആ ഡേറ്റയെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇനി ഒരു ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ, ഇനി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള റിസോഴ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും ഈ ഡേറ്റാസ് അനലൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസിന് ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് എക്സലിലെ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിരവധി ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിൽ എന്തൊക്കെ ഉൾപ്പെടാം, ഹോസ്പിറ്റലിലെ റെക്കോർഡുകളായിക്കോട്ടെ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഡേറ്റാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ വിവര പട്ടികകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് എക്സലിന്റെ സ്പ്രെഡ്ഷീറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഡേറ്റാസിനെ സോർട്ട് ചെയ്യാൻ, തരംതിരിക്കാൻ പറ്റും, ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ട് ഫൈൻഡിങ്സിനെ കൃത്യമായ കണ്ടെത്തലുകളിൽ എത്തിച്ചേരാനും അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷൻ എടുക്കാനും. ഇനി ആവശ്യമായ ചിലപ്പോൾ വിഭവങ്ങളായിരിക്കും, റിസോഴ്സുകൾ ചിലപ്പോൾ അവർക്ക് ആവശ്യമായി വരാണ്. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന സാധനങ്ങൾ കുറവാണ്. ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന സാധനങ്ങൾ കുറവാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാനും നമുക്ക് ഇതിന്റെ സഹായത്തോടു കൂടി സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആണ് patient scheduling and appointments. അതായത് Excel can be put in use to create appointment schedules, track patient appointments and organize doctor schedules. അപ്പൊ നമുക്ക് ഈ ഒരു MS Excel ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ട്രാക്ക് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാണ് പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്, ഏത് ദിവസമാണ്, ഏത് സമയമാണ്, ആ ഒരു ദിവസത്തിൽ എത്ര പേര് ആ സമയത്തില് അപ്പോയിന്റ്മെന്റുകൾ എടുത്തിട്ടുണ്ട്, മുതലായ കാര്യങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആൻഡ് ഓർഗനൈസ് ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ. ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും അവരുടേതായ ഒരു ഷെഡ്യൂൾ ഉണ്ട് അല്ലെ, ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുക. അങ്ങനെയല്ലേ ഒരു ഡോക്ടേഴ്സും? അല്ലാതെ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരവിടെ ഉണ്ടാവോ ഹോസ്പിറ്റലില്? ഇല്ല, അവർ വർക്ക് ചെയ്യുന്ന ഒരു കൃത്യമായ സമയമുണ്ട് അല്ലെ. ആ സമയത്തിനനുസരിച്ച് അപ്പൊ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അവർ ലേറ്റ് ആയിട്ടായിരിക്കും വരിക. ചില ദിവസം അവർക്ക് ഓപ്പറേഷൻസ് സർജറീസ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അവരുടെ ഷെഡ്യൂളിംഗ് നടത്തുക അല്ലെ. അപ്പൊ നമ്മുടെ OP-യിൽ ഇരിക്കുന്ന ആളുകൾ കാണണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഷെഡ്യൂളിംഗ് ആയിരിക്കും നമ്മൾ അന്നത്തെ ദിവസം നടത്തി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റിൽ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ദെൻ മൂന്നാമത്തത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ്? എക്സൽസ് കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മേക്ക് ഇറ്റ് എ ടിപ്പിക്കൽ ടൂൾ ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതരത്തിലുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒത്തിരി പുതിയതായിട്ട് ഒരു സർവീസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് എല്ലാ വർഷവും നമ്മൾ ബഡ്ജറ്റുകൾ തയ്യാറാക്കണം. നല്ല രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ, നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു ഇൻകത്തെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ബഡ്ജറ്റുകൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം അല്ലെ, ആ ഒരു പണം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നമുക്ക് പല
പല രീതിയിലൂടെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ബഡ്ജറ്റുകൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആ സ്ഥാപനത്തിന് ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ട് നല്ലൊരു കേപ്പബിലിറ്റി ഉണ്ടോ, നമ്മുടെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും വരുന്ന ആ ഒരു ഇൻകം നല്ല രീതിയിൽ വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണം അല്ലെ. അനാലിസിസ് നടത്തി അതിനനുസരിച്ച് അപ്പൊ അവിടെ നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമുക്കത് എക്സലിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്തുകൊണ്ടാ, എക്സലിന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലുണ്ട്. അതിനനുസരിച്ചുള്ള ഫോർമുലാസും ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സലിന്റെ സഹായത്തോടു കൂടി ചെയ്തെടുക്കാൻ സാധിക്കും. രണ്ടാമത് പറയുന്നത് ബൈ ഫോമിംഗ് സ്പ്രെഡ്ഷീറ്റ് ഫോർ ബഡ്ജറ്റ് പ്ലാനിംഗ്, എക്സ്പെൻസ് ട്രാക്കിംഗ്, റവന്യൂ പ്രൊജക്ഷൻസ് ആൻഡ് കോസ്റ്റ് അനാലിസിസ് വി ക്യാൻ ബെറ്റർ ഹാൻഡിൽ ഫിനാൻസസ്, ഐഡന്റിഫൈ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് മേക്ക് ഇൻഫോർമഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഇനി എന്താ പറയുന്നത്, ഇപ്പൊ നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മള് ഒരു ബഡ്ജറ്റിങ്ങിനെ കുറിച്ചുള്ള സ്പ്രെഡ്ഷീറ്റ്. അപ്പൊ അവിടെ നമ്മൾ ആദ്യം ബഡ്ജറ്റിനെ കുറിച്ചുള്ള പ്ലാനിങ് എന്താണ് അല്ലെ, ഒരു സ്പ്രെഡ്ഷീറ്റിൽ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് ഇതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എക്സ്പെൻസ് ചെലവാക്കിയിട്ടുണ്ട്. ഒരു വർഷത്തെ കണക്കാണ്, ഒരു ബഡ്ജറ്റാണ് തയ്യാറാക്കുന്നത് വിചാരിക്കുക. അപ്പൊ നമുക്കുണ്ടായിരുന്ന എക്സ്പെൻസുകൾ, ആ ഒരു വർഷം നമ്മൾക്കുണ്ടായിരുന്ന എക്സ്പെൻസ് ചിലവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റവന്യൂ പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ വരുമാനം, നമുക്ക് ആ ഒരു വർഷം എത്രത്തോളം വരുമാനങ്ങൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കോസ്റ്റ് അനാലിസിസ്, എത്രത്തോളം ചിലവുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അതിനനുസരിച്ച് എത്രത്തോളം ചിലപ്പോൾ നമുക്ക് പല ഉപകരണങ്ങൾ വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെലവുകളും വന്നിട്ടുണ്ടാവും, വരവും വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് അങ്ങനെ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒരുമിച്ച് നമ്മൾക്ക് അനാലിസിസ് ചെയ്ത് പിന്നീടുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ഇനി വരുന്ന സാമ്പത്തിക ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെലവായി വരുമാനം വന്നു, അത് ടാലി ചെയ്ത് നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വരുമാനത്തിൽ കൂടുതലാണ് ചിലവാകുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാണ് അല്ലെ. അപ്പൊ എന്തായാലും ആ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെയുള്ള അനാലിസിസ് നടത്തി അവരുടെ ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് സഹായകമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് സ്ഥലങ്ങളിലാണോ അവർക്ക് അധികം എക്സ്പെൻസ് കൂടുതലാവുന്നത് അല്ലെങ്കിൽ അധികം ഇൻകം കിട്ടാതെ വരുന്നത്, അങ്ങനെയുള്ള മേഖലകൾ കണ്ടെത്തി ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്താനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻഫോർംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, നമുക്കൊരു ഫിനാൻഷ്യൽ പരമായ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ഇത് സഹായകമാവുന്നുണ്ട്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ, അപ്പൊ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്തൊരു കാര്യത്തിനായിക്കോട്ടെ അനാലിസിസ് നടത്തി ബഡ്ജറ്റുകൾ തയ്യാറാക്കണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രണത്തിൽ കൊണ്ടുപോകണോ, മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ്സ് നടത്തണോ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണോ, അതിനെല്ലാം നമുക്ക് ഈ ഒരു സ്പ്രെഡ്ഷീറ്റില് ഇങ്ങനെയുള്ള ഡേറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ സഹായകമാകുന്നുണ്ട് പറയുന്നത്. അപ്പൊ എന്താണ് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്? ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വിവരപ്പട്ടികകൾ തന്നെയാണ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട്, മെഡിക്കൽ പരമായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫാർമസിക്കൽസ് അല്ലെ, ഫാർമസിയുമായി ബന്ധപ്പെട്ട ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും വിവരപ്പട്ടികകള് കൃത്യമായിട്ട് ഈ ഹോസ്പിറ്റലുകാർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് inventory which includes medical supplies, equipment and pharmaceuticals. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിവരപ്പട്ടികയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്? മെഡിക്കൽ സപ്ലൈസ്, മെഡിക്കൽ പരമായിട്ടുള്ള മറ്റു സാധനങ്ങള്, ഉപകരണങ്ങള്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതെല്ലാം ഇങ്ങനെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടെത്താനും മാനേജ് ചെയ്യാനുമായിട്ട് ശരിക്കും ഒരു വിവരപ്പട്ടികകള് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് ഇപ്പൊ ഒരു എക്യുപ്മെന്റ്, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റില് ഇന്ന എക്യുപ്മെന്റ് ആണുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ്
ലിസ്റ്റ് ഇവരുടെ കയ്യിൽ ഉണ്ടാവും. അത് നമ്മുടെ എക്സലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ലിസ്റ്റ് ചെയ്യുക. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ്. എന്തിനു വേണ്ടിയാണ് ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് നമ്മൾ ഇൻവെന്ററി നമ്മുടെ ആ ഒരു വിവര പട്ടികകൾ നമ്മൾ തയ്യാറാക്കുന്നത്? അതായത് കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ്, അതായത് നമ്മളൊരു ഉപകരണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായ സ്റ്റോക്ക് ലെവൽ അവർ നിലനിർത്തുന്നുണ്ടോ? അതിലെന്തെങ്കിലുമൊക്കെ കാണാണ്ട് പോവാം അല്ലെ, ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോവാം. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ കൃത്യമായ ഒരു കണക്ക് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അവിടുത്തെ ആ ഒരു സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് കറക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹായകമാവുന്നുണ്ട്. ഇപ്പൊ ഒരു ഫാർമസിയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുക. ഒത്തിരി മരുന്നുകൾ ഫാർമസിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അല്ലെ. അതിന്റെ എല്ലാത്തിന്റെയും കണക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കൃത്യമായിട്ടും അവരുടെ കയ്യിൽ ആ കണക്കുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആവശ്യമായ സ്റ്റോക്ക് ലെവലുള്ള മരുന്നുകളെല്ലാം അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കും അല്ലെ. ഇനി എന്തെങ്കിലും കുറവുകൾ വന്നാലോ, ഏതെങ്കിലും മരുന്നുകൾ കുറവ് വന്നാലോ അടുത്ത സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അത് കൂടുതൽ എടുക്കണം വേണം. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റുകൾ എന്ന് വരെയാണ് എക്സ്പയറി ഡേറ്റുകൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് റീ ഓർഡറിംഗ് ത്രെഷോൾഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഒരു സ്റ്റോക്ക്, അതായത് ഒരു സ്റ്റോക്ക് തീർന്നാൽ നമ്മൾ വീണ്ടും അത് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റോക്ക് ഔട്ട് ഒഴിവാക്കുക. സ്റ്റോക്ക് ഔട്ട് ആവാതെ ഇരിക്കുന്ന രീതിയാണ് ത്രെഷോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് ഔട്ട് വരാൻ പാടില്ല. അതിനു മുൻപ് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം? നിറച്ചു വെക്കണം അല്ലെ. ഇപ്പൊ കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ ഓർഡർ ചെയ്ത് അത് നിറച്ചു വെക്കുക. അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആവാതെ ആ ഒരു ഒപ്റ്റിമം ലെവൽ എപ്പോഴും നിലനിർത്തുക എന്നതാണ് റീഓർഡറിംഗ് ത്രെഷോൾഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ അവോയ്ഡ് സ്കാർസിറ്റി, അതായത് ലഭ്യതക്കുറവ് നമുക്ക് കുറയ്ക്കാൻ പറ്റണം. ആൻഡ് ഓവർ സ്റ്റോക്കിംഗ്, ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അമിതമായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യവുമില്ല. എന്നാൽ ഒപ്റ്റിമൈസിംഗ് ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്, എന്താ ആ ഇൻവെന്ററിക്ക് വേണ്ടി നമുക്ക് ചിലവാകുന്ന ആ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ആ ഒരു തുക അല്ലെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ ക്രമീകരിക്കാൻ സാധിക്കണം. ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്, ഒത്തിരി ചെലവ് അതിനു വേണ്ടി വരാനും പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി നല്ല രീതിയിൽ ഈ ഇൻവെന്ററീസ് അല്ലെങ്കിൽ സാധനങ്ങളുടെ ആ ഒരു വിവര പട്ടികകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിലും അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളിലുമുള്ള ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ടെടുത്താൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മരുന്നുകൾ അവിടെ ഉണ്ട്, എന്തൊക്കെ മറ്റു സാധനങ്ങളാണ് ഫാർമസിയിലുള്ളത്, എത്ര സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെയാണ് സ്റ്റോക്ക് കുറഞ്ഞിരുന്നാൽ ഉടനെ തന്നെ അത് ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ലെവൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് എന്ന് മുതൽ എന്ന് വരെയാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ ഉടനെ അവിടുന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഇതിന് വേണ്ടി ചിലവാകുന്ന ഒരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? ഒത്തിരി എക്സ്ട്രാ ഓർഡർ ചെയ്ത് ഒരുപാട് ഓവർ ആയിട്ടുള്ള സ്റ്റോക്കിംഗ് നടത്താറുണ്ട്. ചിലപ്പോൾ അവിടെ ആവശ്യമായ മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ലഭ്യമാകാതെയും വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ക്രമീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തണമെങ്കിൽ അതിന് ഈ പറയുന്ന നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് എക്സൽ ആണ്. ക്ലിയർ ആണോ? ഫോർത്ത് വൺ ഓക്കെ ആണോ? വേഗം ആ ഒരു ആപ്ലിക്കബിലിറ്റി 4 എണ്ണം ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? അതാരെല്ലാം ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നീ വായിച്ചു കഴിയാത്തവരുണ്ടോ? ഓക്കെ, എല്ലാവരുടെയും ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ആയെങ്കിൽ ഓക്കെ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണേ. ആ 3 നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു കേട്ടോ. അടുത്തത് നമ്മൾ മറ്റൊരു വിഭാഗത്തിലേക്കാണ് പോകുന്നത്, ഇന്റർനെറ്റ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടോ? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ് വരെയും നമ്മുടെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അല്ലെ. അല്ലെ, നമ്മൾ ഈ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇരിക്കുന്ന ഈ ക്ലാസ് ആണെങ്കിൽ കൂടിയും നമ്മൾ ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് മെത്തേഡുകൾ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് എന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ പീപ്പിൾസ് വേ ടു കണക്ട് ആൻഡ് ഇന്ററാക്ട് ഗ്ലോബലി. അല്ലെ, നമ്മുടെ ആദ്യമേ ജനങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്ന ഇത് ഒരു ഗ്ലോബലി അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്രപരമായിട്ട് അല്ലെങ്കിൽ ഒരു ആഗോളപരമായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു സംവാദം വരുത്തിയത്. അതിലൊരു വലിയൊരു വ്യത്യാസം, റെവല്യൂഷനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് എന്തിന്റെ സഹായത്തോടു കൂടിയാണ് ശരിക്കും കഴിഞ്ഞത്? ഇന്റർനെറ്റ് എന്ന് പറയുന്ന അല്ലെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ ഇന്റർനെറ്റ് വന്നതോടു കൂടിയാണ് ആ ജനങ്ങളുടെ ആശയവിനിമയ വഴിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് ആണല്ലോ. ഇപ്പൊ നമുക്ക് എന്തോരം മെത്തേഡുകളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെ, ഒത്തിരി രീതിയിലൂടെ. അത് ആദ്യകാലത്ത് അങ്ങനെയായിരുന്നോ? ഒരു ഇന്റർനെറ്റ് ഒക്കെ വരുന്നതിന് മുൻപ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു പരിധി ഉണ്ടായിരുന്നു അല്ലെ, ഒരു പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതി ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴുണ്ടോ? നമുക്ക് എവിടെയുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ലേ? സമയം അതിന് ഒരു പ്രശ്നമാണോ? ലൊക്കേഷൻ ഒരു പ്രശ്നമാണോ? ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്ത? അല്ലേ, നമുക്കൊരു സമയമോ ലൊക്കേഷൻ ഒന്നും പ്രശ്നമല്ല അല്ലെ. അപ്പൊ അതൊക്കെ അതെന്തിന്റെ ഭാഗമായിട്ട് വന്ന വ്യത്യാസങ്ങളാണ്? ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം വന്നതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് നോക്കിയേ. It has opened up a multitude of meeting places for quick and convenient communication. വളരെ എളുപ്പത്തില് അതുപോലെ സുഖപ്രദമായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ട് പലതരത്തിലുള്ള മൾട്ടിറ്റ്യൂഡ് നിരവധി മീറ്റിംഗ് പ്ലേസുകൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തുറന്ന് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി തുറന്നു വന്നിട്ടുള്ള മീറ്റിംഗ് പ്ലേസുകളിലെ ഏതൊക്കെ ഉൾപ്പെടാം? നിങ്ങൾ ഏതിലൂടെയൊക്കെയാണ് ആശയവിനിമയങ്ങൾ നടത്താറ്? കുറച്ച് എക്സാമ്പിൾ പറയാമോ? അതും അറിയില്ലേ? വാട്സപ്പ്. പിന്നെ അത് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാറുള്ളോ? ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇമെയില്, 14, പിന്നെ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഇപ്പൊ ഒത്തിരി ഉണ്ട് അല്ലെ, ഒത്തിരി ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ കോൾ, ടെലഗ്രാംസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി. ഗൂഗിളിലൂടെ നമുക്ക് വീഡിയോ കോളുകൾ ചെയ്യാം അല്ലെ. ദെൻ എന്താണ് സ്കൈപ്പ്, അങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലെ. നമുക്ക് എന്തോരം വേണമെങ്കിൽ എക്സാമ്പിളുകൾ പറയാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി മീറ്റിംഗ് പ്ലേസുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നത് ശരിക്കും ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അതിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് here are some important aspects of communicating through the internet. ഇന്റർനെറ്റിലൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രധാനമായിട്ടും
വ്യക്തികളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ചില പ്രധാന വശങ്ങൾ അല്ലെങ്കിൽ ആസ്പെക്ട്സ് ആണ് നമുക്ക് ഒന്നാമത്തതായിട്ട് ഇമെയിൽ. നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ. ഒരു ഇമെയിൽ ഐ ഡി ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. മിക്ക ആളും നമ്മളൊരു ഒരു ടച്ച് ഫോൺ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കെങ്കിലും അല്ലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടായിരിക്കും, അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ഇമെയിൽ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇമെയിൽ ഇല്ലാത്ത വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും അല്ലെ. പ്രായമായ 1-2 പേരെ കാണുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഒരു ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഇമെയിൽ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എന്താണ് ഒരു ഇമെയിൽ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്താ ഒരു ഇമെയിലിനെ കുറിച്ച് അറിയാവുന്നത്? എന്താണ് ഒരു ഇമെയിൽ? ഇമെയിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇമെയിൽ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യാറ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ശരിയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്? ഡോക്യുമെന്റ്സ് ആവാം, മെസ്സേജസ് ആവാം അല്ലെ. നമുക്ക് മെസ്സേജ് അയച്ചൂടെ? നമുക്ക് ഇമെയിലിലൂടെ മെസ്സേജ് അയക്കാം, ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ അത് അയക്കാം, അതുപോലെ തന്നെ നമുക്ക് മൾട്ടിമീഡിയാസ് അയക്കാം അല്ലെ. വീഡിയോസോ ഫോട്ടോസോ ഒക്കെ നമുക്ക് അയച്ചൂടെ? അങ്ങനെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാം. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെ. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒത്തിരി സമയം എടുക്കും ഇമെയിൽ അയക്കാനായിട്ട്? ഒത്തിരി സമയം എടുക്കും. അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കിട്ടാനായിട്ട് ഒത്തിരി സമയം എടുക്കും? ഇല്ല അല്ലെ. ഒത്തിരി സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എന്നാൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അയക്കുന്ന മെസ്സേജ് മറ്റൊരാൾക്ക് ഇമെയിലിലൂടെ തുറന്നാൽ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ പുറത്തു നിന്ന് ആർക്ക് വേണമെങ്കിലും നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതൊരു സെക്യൂർഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോ അതൊരു സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ, സുരക്ഷിതമായ രീതിയിൽ വളരെ വേഗത്തിൽ നമുക്ക് മെസ്സേജുകൾ ആയിക്കോട്ടെ, ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, മൾട്ടിമീഡിയാസ് ഇമേജുകളോ വീഡിയോസോ ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് റിസീവ് ചെയ്യാനും അല്ലെ. സെൻഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമല്ല നമുക്ക് സ്വീകരിക്കാനും പറ്റും അല്ലെ. ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ സ്വീകരിക്കാനും സാധിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഇമെയിൽ എന്ന് പറയുന്നത്. നോക്കിയേ, email is one of the most vastly used methods of internet communication. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത് അല്ലെ. പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്ത് ഇന്റർനെറ്റ് വന്ന സമയം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ മെത്തേഡാണ് ഇമെയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴും അത് വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. And it permits users to send and receive messages, documents and multimedia content rapidly and securely. വളരെ വേഗത്തില് അതുപോലെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് മെസ്സേജുകൾ ആയിക്കോട്ടെ, ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, മൾട്ടിമീഡിയ കണ്ടന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും ആ യൂസർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും അവർക്കത് റിസീവ് ചെയ്യാൻ സ്വീകരിക്കാനും എന്തനുവദിക്കുന്നുണ്ട്? ഈ ഇമെയിലിന്റെ സംവിധാനം നമുക്ക് പെർമിറ്റ് ചെയ്യുന്നതിൽ അത് അനുവദിച്ചു തരുന്നുണ്ട്. And email provides a flexible and asynchronous mode of communication, permitting individuals and business to communicate effectively across different time zones. നമുക്ക് ഈ ഒരു ഇമെയിൽ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ വഴക്കമുള്ള രീതിയിലുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ എസിൻക്രണസ് മോഡ് എന്ന് പറഞ്ഞാല് ശരിക്കും ഈ ഡേറ്റാസിലേക്ക് നമ്മള് കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എസിൻക്രണസ് ട്രാൻസ്ഫർ കോഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വളരെ വേഗത്തില് കാര്യക്ഷമമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡേറ്റാസിനെ ആശയവിനിമയത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാര്യക്ഷമതയോടുകൂടി വളരെ വേഗത്തില് നമുക്ക് ഈ ആശയവിനിമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് അസിൻക്രണസ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി വളരെ വേഗത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ വഴക്കത്തോടു കൂടി നമുക്ക് ഡേറ്റാസ് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. And permitting individuals and business to communicate effectively across different time zones. പല ടൈം സോണുകളിൽ അല്ലെ, നമുക്ക് ഒരേ വ്യത്യസ്തമായിട്ടുള്ള സമയമേഖലകളിൽ ടൈം സോണുകൾ വ്യത്യസ്തമായ സമര മേഖലകളിലാണെങ്കിൽ കൂടി നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഒരു വ്യക്തിക്കാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാവാം മറ്റുള്ളവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള ഒരു ഉപാധിയാണ്
ഇമെയിൽ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇമെയില് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ അധികം. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ഇമെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. നമുക്കറിയാം അല്ലെ, നമ്മൾ വോയിസ് കോൾസ് ചെയ്യാറുണ്ട്, വീഡിയോ കോൾസ് ചെയ്യാറുണ്ട് ഇല്ലേ? നിങ്ങളും ചെയ്യാറില്ലേ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ചെയ്യാറുണ്ട് അല്ലെ? ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക് അസിൻക്രണസ് എന്ന് പറഞ്ഞാല്, അസിൻക്രണസ് ട്രാൻസ്ഫർ മോഡ് എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ഡേറ്റാസിന്റെ വളരെ വേഗതയിലും കാര്യക്ഷമതയോടും കൂടിയ ഒരു ആശയവിനിമയത്തിനായിട്ട് കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്, ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോളിനെയാണ് നമ്മൾ അസിൻക്രണസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത്രയും വേഗത, അതായത് ആ ഡേറ്റാസ് വന്നാല് അവിടെ ഒത്തിരി സമയം നമുക്ക് അവിടെ എടുക്കാതെ വളരെ വേഗത്തിലും കാര്യക്ഷമതയോടുകൂടിയും കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളിനെയാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നോക്കി വോയിസ് ആൻഡ് വീഡിയോ കോൾസുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? ലൈക്ക് ദ വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക് സ്കൈപ്പ് ഉപയോഗിക്കാറുണ്ടോ? സ്കൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? സൂം അല്ലെ, സൂം മീറ്റിങ്ങുകളിലൂടെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോ കോൾസോ വോയിസ് കോൾസോ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ സൂമിലൂടെയൊക്കെ, സ്കൈപ്പിലൂടെ, സൂമിലൂടെ, മൈക്രോസോഫ്റ്റ് ടീംസ്, അതുപോലെ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള വീഡിയോ കോളിംഗ് സർവീസുകൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. Make individuals and businesses able to have real-time audio and video conversation. എന്താണ് ഇവിടെയുള്ള ഒരു പ്രത്യേകത? എന്താണ് ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ഇതെങ്ങനെയാണ്? അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ? എക്സാമ്പിൾ ആയിട്ട് എടുത്തൂടെ? നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ് എടുത്തൂടെ? എടുക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടുത്തെ ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത? എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇങ്ങനെ ഒരു വീഡിയോ കോളിംഗിലൂടെയുള്ള ഒരു ക്ലാസിന്റെ പ്രത്യേകത എന്താണ്? ഓഡിയോ കേൾക്കാൻ പറ്റും, നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും, എന്താണ് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് പ്രസന്റ്ലി എങ്ങനെയാണ്? ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും റിയൽ ടൈം ഒരു എക്സ്പീരിയൻസ് അല്ലേ? ആണോ? റിയൽ ടൈം എന്ന് പറയുന്നത് തത്സമയം അല്ലെ? നമുക്ക് ഒത്തിരി എന്താണ് ഈസിയസ്, അതായത് തത്സമയം നമുക്ക് നിങ്ങളത് റെക്കോർഡ് ചെയ്ത ക്ലാസ് ആണോ ഇപ്പൊ കാണുന്നത്? അല്ല, നമ്മൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് തത്സമയം, അതായത് നമുക്ക് ഓൺലൈൻ, നമുക്ക് എന്താണ് ലൈവായിട്ട് നമ്മൾ പറയും അല്ലെ? ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുക അല്ലെ? അല്ലാതെ മറ്റു റെക്കോർഡ് ചെയ്തതോ കാര്യങ്ങളോ അല്ല. അപ്പൊ നമുക്ക് ലൈവായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിയൽ ടൈം ആയിട്ട് തത്സമയം നമുക്ക് ഇങ്ങനെയുള്ള ഓഡിയോ വീഡിയോ കോൺവെർസേഷൻസ് നമുക്ക് നടത്താനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പൊ ഇന്റർനെറ്റിന്റെ മറ്റൊരു ഉപയോഗമാണ് നമുക്ക് വോയിസ് ആൻഡ് വീഡിയോ കോൾസിലൂടെയുള്ള ഉപയോഗം. അപ്പൊ വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ചെയ്യുന്നതിലൂടെ നമുക്കിപ്പോ സ്കൈപ്പിലൂടെ ചെയ്യാം, സൂമിലൂടെ ചെയ്യാം, മൈക്രോസോഫ്റ്റ് ടീമിലൂടെ ചെയ്യാം, അങ്ങനെ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്ന് ലഭ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഓഡിയോ കോളിംഗ് സർവീസുകൾ ലഭ്യമാക്കാം. അതുവഴി ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനോ റിയൽ ടൈം ആയിട്ടുള്ള നേരിട്ട് അല്ലെ തത്സമയം നമുക്ക് വീഡിയോ കോളുകളോ അല്ലെങ്കിൽ ഓഡിയോ കോൺവെർസേഷൻസോ കാര്യങ്ങളോ നടത്താവുന്നതാണ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ നോക്കിയില്ലേ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? ഭയങ്കര സ്ലോ ആണല്ലോ ഇപ്പൊ റിപ്ലൈ ചെയ്യാനായിട്ട്. മനസ്സിലാവാത്തത് കൊണ്ടാണോ? റിപ്ലൈ ചെയ്താലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ,
മൂന്നാമത്തത് സോഷ്യൽ മീഡിയ. നമുക്കറിയാം അല്ലെ, നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ, എത്ര വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ്? ഏതൊക്കെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്? യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരില്ലേ? ഇൻസ്റ്റഗ്രാം അല്ലെ, then ടെലിഗ്രാം, ട്വിറ്ററൊക്കെ നമ്മുടെ മുൻപായിരുന്നു, ഇപ്പൊ അങ്ങനെ അത്ര ഇതില്ലാന്ന് തോന്നുന്നു അല്ലെ. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ഒത്തിരി പേരുകൾ നമുക്ക് പറയാനുണ്ട് അല്ലെ. അപ്പൊ ഇതല്ലാതെ IMO അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയാസ്, ഷെയർ ചാറ്റ്, ശരിയാണ്. ഇവയെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ വരുന്നതാണ്. ഇതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായം വേണ്ടേ അല്ലെ. നെറ്റ് നമ്മൾ പറയും എപ്പോഴും, നെറ്റ് ഇല്ല എന്ന് പറയൂ അല്ലെ. നെറ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റർനെറ്റ് തന്നെയാണ്. ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഇതിലൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ഇതൊക്കെ കുറച്ച് പേരുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ളവയും ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും, കുറച്ചെണ്ണം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ മാത്രം. Have changed the way people communicate and share information online. അപ്പൊ ഓൺലൈൻ ആയിട്ട് ആളുകള്, നമ്മുടെ ഒരു വ്യക്തികള് ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിലേക്ക് ഒരേധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒന്നാണ് ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മുൻപ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിരുന്ന രീതിയിലാണോ ഈ സോഷ്യൽ മീഡിയാസ് വന്നപ്പോ നമ്മൾ ആശയവിനിമയം നടത്തുന്നത്? ആണോ? ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടില്ലേ? ഇല്ലേ? ഇപ്പൊ നമ്മളൊന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി, നമ്മൾ ഇപ്പൊ ഒരു ടൂർ പോയി അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്തായിക്കോട്ടെ, ഇന്നത്തെ ഒരു എന്റെ ഒരു ദിവസത്തെ ഇതിനെ ചെയ്യുക എന്ന് പറഞ്ഞ അത്രയും വരെയും അധികം ഇൻഫർമേഷൻസ് ആളുകള് പുറത്തുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് അവർക്ക് ലഭ്യമായതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങള് ഈ സോഷ്യൽ മീഡിയാസ് വന്നതോടുകൂടി വന്നിട്ടുണ്ട്. Then next പറയുന്നത് these platform offer a vast reach of communication tools which include, ഇതിൽ ഒരുപാട് നിരവധി കമ്മ്യൂണിക്കേഷൻ ടൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യാറില്ലേ? സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറില്ലേ? നിങ്ങൾ ചെയ്യാറുണ്ടോ? സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അതൊന്നാമത്തെ ടൂള്. രണ്ടാമത്തത് എന്താണ്? കമന്റുകൾ ഇടാൻ പറ്റും ഇല്ലേ? കമന്റ്സ് ഇടാറില്ലേ? ഫേസ്ബുക്കില്, ട്വിറ്ററില്, ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റ്സ് ഇടാറില്ലേ? കമന്റുകൾ ഇടാൻ പറ്റും. പിന്നെ എന്താ? ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും ഇല്ലേ? നേരിട്ട് നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റുമല്ലോ. ആ ഒരു സംവിധാനം ഉണ്ട്. നെക്സ്റ്റ് എന്താ? വീഡിയോ ഷെയറിംഗ് ചെയ്യാൻ പറ്റില്ലേ? വീഡിയോ കോളുകൾ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ ആപ്പുകളിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ടൂളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വളരെയധികം റീച്ച് ആയത് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആപ്പ് തന്നെയായിരിക്കും അല്ലെ. ഒരു ടെലഗ്രാമിന് നമുക്ക് അത്രയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുറച്ചും കൂടി ആളുകൾ കൂടുതൽ എന്താണ് അവർ ഷെയർ ചെയ്യുന്നതും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതും കമന്റുകൾ ഇടുന്നതും ഒത്തിരി കൂടി റീച്ച് ഉള്ളതും എങ്ങനെയാണ്? ഈ പറയുന്ന എല്ലാ ടൂളുകളും ഒരുമിച്ച് വരുന്ന ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ടുള്ള ഓരോരോ ആപ്ലിക്കേഷൻസ് ആണ്. സോഷ്യൽ മീഡിയ മേക്സ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഏബിൾ ടു കണക്ട്, കൊളാബറേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് എ ബ്രോഡർ ഓഡിയൻസ്. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു വീഡിയോ ഇട്ടെന്ന് വിചാരിക്കാം. നിങ്ങളൊക്കെ കാണുന്ന ആളല്ലേ, ഇൻസ്റ്റഗ്രാം ഒക്കെ കാണുന്ന ആളുകളല്ലേ അല്ലെ? ഒരു വീഡിയോ ഇട്ടു. ആ ഒരു വീഡിയോ ഒരു വ്യക്തി അവിടെ ഇട്ട് കഴിഞ്ഞാൽ, അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? അത് മറ്റുള്ളവരിലേക്ക് ഒത്തിരി പേര് ഇത് കാണും അല്ലെ? കാണില്ലേ? ഇത് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒത്തിരി പേര് അത് കാണുന്ന ഒരു ബ്രോഡർ ഓഡിയൻസ് ആണ് അവർക്ക് മുന്നിലേക്ക് കിട്ടുക അല്ലെ? ആണോ? ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു വിപുലമായ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓഡിയൻസിനെ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് അല്ലെ? നമുക്കത് എന്താണ്? അവരുമായിട്ട് എൻഗേജ്ഡ് ആവാനായിട്ട് സാധിക്കും. നല്ലൊരു കൊളാബറേഷൻ അല്ലെങ്കിൽ സഹകരണം കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ള ആളുകളുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇത്രയും അധികം ഫേമസ് ആയിട്ട്, യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ഒക്കെ ആണെങ്കിലും ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്താ? ഒരു വ്യക്തിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനങ്ങളും ഇപ്പൊ ഒത്തിരി വീഡിയോസ് അല്ലെ? ഇപ്പൊ നമ്മുടെ മിക്ക കാര്യങ്ങളും നമ്മൾ ഓരോ ഓഫേഴ്സും കണ്ടു പോകുന്നത് എങ്ങനെയാ? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ഓഫേഴ്സ് ഒക്കെ കണ്ടല്ലേ നമ്മൾ ഓരോ കടകളിലേക്കൊക്കെ പോവാറിപ്പോ
അല്ലെ? ആ ഒരു ഓഫേഴ്സ് കാര്യങ്ങൾ ഇടാനായിട്ട്. അപ്പൊ അത് ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു വ്യക്തിയെ ആവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെയും ഈ സോഷ്യൽ മീഡിയാസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സോഷ്യൽ മീഡിയ ഇതിനെ ഒന്നും എക്സ്ട്രാ പറയണ്ട, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, നിങ്ങളൊക്കെ ഫയൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഗൂഗിൾ ഡ്രൈവ് ഒക്കെ കേട്ടിട്ടില്ലേ? വൺ ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ, അത് എന്താണ് ഒരു പ്രത്യേകത? നമുക്ക് ഫയലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇന്റർനെറ്റ് ബേസ്ഡ് ആണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റുന്നത് അല്ലെ? അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഗൂഗിൾ ഡ്രൈവുകള്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് മുതലായിട്ടുള്ള സാധനങ്ങൾ. മേക്ക് യൂസേഴ്സ് ഏബിൾ ടു ഷെയർ ആൻഡ് കൊളാബറേറ്റ് ഓൺ ഡോക്യുമെന്റ്സ്, ഇമേജസ് ആൻഡ് അതർ ഫയൽസ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫയൽ ഷെയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഫയലുകൾ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ്സ്, ഇപ്പൊ ഒരു ഡോക്യുമെന്റ് ആവാം, നമ്മുടെ ഇമേജുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ഫയലുകളാവാം, ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ? ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് services provided convenient and secure way to store and access file from anywhere, fostering seamless communication and collaboration എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾ കണ്ടു കാണും ഫോണിൽ അല്ലെ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ക്ലൗഡ് സ്റ്റോറേജിന്റെ കാര്യം ഇല്ലേ? നമുക്ക് ഫോണിലൊക്കെ കാണാം അല്ലെ? ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകൾ. അപ്പൊ അങ്ങനെയുള്ള ക്ലൗഡ് സ്റ്റോറേജ് സർവീസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഫയലുകളൊക്കെ വളരെ സെക്യൂർ ആയിട്ട്, സുരക്ഷിതമായിട്ട്, അതുപോലെ തന്നെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഈ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ലഭ്യമാക്കിയെടുക്കാനും എവിടെ നിന്നും നമുക്ക് ലഭ്യമാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ആൻഡ് ഫോസ്റ്ററിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. എന്താണ്? അവിടെ നമുക്ക് ഒത്തിരി സമയം നഷ്ടമില്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന ആശയവിനിമയം വളരെ നല്ല രീതിയിൽ, ആശയവിനിമയമായിക്കോട്ടെ അല്ലെങ്കിൽ സഹകരണമായിക്കോട്ടെ, നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഈ പറയുന്ന ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകളാണെങ്കിലും ഇങ്ങനെയുള്ള ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടിയാണെങ്കിലും സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനെറ്റിന്റെ സഹായം വേണം. അതിന്റെ ബേസിസിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫയലുകള്, നമ്മുടെ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഇമേജുകൾ ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും നമുക്ക് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സേഫ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ക്ലിയർ ആണല്ലോ? ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഓക്കെ, അടുത്തതാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ് അല്ലെ? ഇപ്പൊ നമ്മുടെ ഇതൊരു ഓൺലൈൻ പ്രസന്റേഷൻ അല്ലേ? നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്രസന്റേഷൻ ആണ് അല്ലെ? അതുപോലെ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ് ശരിക്കും ഒരു വെബിനാർ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു വെബിനാർ? എന്താണ് ശരിക്കും ഒരു വെബിനാർ എന്ന് പറയുന്നത്? അറിയോ ആർക്കെങ്കിലും? ആരെങ്കിലും വെബിനാർസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ശരിക്കും ഒരു ഓൺലൈൻ പ്രസന്റേഷൻ തന്നെ അല്ലെ? നമ്മുടെ ഒരു സെമിനാറോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് പോലെ അല്ലെ? ഒരു ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ളതാണ് വെബിനാർസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വെബിനാർസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ പ്രസന്റേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ? ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അത് തന്നെ അവിടെയും പറയുന്നു. ഓക്കെ, the internet communication permit for the hosting of webinar and online presentations where speakers and give out content and interact with participants in real time. നമുക്ക് നേരത്തെ പറഞ്ഞു തന്നെയാണ് തത്സമയം. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ് നോക്കാം, നമ്മൾ ഒരു സ്പീക്കർ ഉണ്ട്. ആരാണ് ഇവിടുത്തെ സ്പീക്കർ? ഓരോ ടീച്ചേഴ്സുമാണ് ഇവിടുത്തെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ആരാണോ ആ ഓൺലൈൻ പ്രസന്റേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ആ വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന വ്യക്തി ആരാണോ ആ സ്പീക്കർ, അവർക്ക് എന്ത് ചെയ്യുന്നു? ആ പാർട്ടിസിപ്പൻസ്, അതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളൊക്കെ പാർട്ടിസിപ്പൻസ് ആണ് അല്ലെ ഇതില്? അപ്പൊ നിങ്ങളൊക്കെ ഈ പാർട്ടിസിപ്പൻസില് തത്സമയം അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് അവരോട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായൊരു കണ്ടന്റ് ഉണ്ടാവും അല്ലെ? ആ ഒരു ആശയത്തെ കുറിച്ച് ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുകയാണ് ശരിക്കും വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പറയണോ ഇനി അത്? പ്ലാറ്റ്ഫോംസ്
such as GoToWebinar and WebEx facilities, interactive online events which enable knowledge sharing, training sections and product demonstration. ഇനി അടുത്തതായിട്ട് പറയുന്നത് പലതരത്തിലുള്ള രണ്ട് പ്ലാറ്റ്ഫോമുകളുടെ പേരാണ് കേട്ടത്. GoToWebinar, WebEx മുതലായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരു ഓൺലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസന്റേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സുഗമമായിട്ട് നടത്തിയെടുക്കാൻ സാധിക്കും. വിച്ച് എനേബിൾ നോളജ് ഷെയറിംഗ്. ഇങ്ങനെയുള്ള വെബിനാറുകള് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടി നമുക്ക് നടത്തുമ്പോൾ നമുക്ക് അവിടെ നോളജ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? ഇല്ലേ? ആ സ്പീക്കറുടെ നോളജ് എന്താണോ, അവരെന്താണോ പാർട്ടിസിപ്പൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, അവർക്ക് നോളജ് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെ, അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാം. ട്രെയിനിങ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ലേ ഓൺലൈനായിട്ട്? പറ്റുമോ? നോളജ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാത്രമല്ല അല്ലെ, ട്രെയിനിങ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യാം. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? ഒരു പ്രൊഡക്റ്റ് ആണ്, ആ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്കൊരു കാണിച്ചപ്പോ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു ഉപകരണമാണ്, ആ ഒരു ഉപകരണം ചിലപ്പോൾ ഒരു പാക്കിംഗ് പൊട്ടിച്ച് ആ ഉപകരണം എങ്ങനെ നമുക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫുൾ ഫോമിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പാർട്സ് ആയിട്ട് വേർതിരിച്ച് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓരോ ക്ലാസ്സുകളും നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റില്ലേ? ഓൺലൈൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള വെബിനാർസിലൂടെയോ അല്ലെങ്കിൽ പ്രസന്റേഷനിലൂടെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫെസിലിറ്റികളും നമുക്ക് സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു എന്താണ്, ഒരു പ്രസന്റേഷൻ ആണ്. നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്താൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ അതിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് റിയൽ ടൈമിൽ യഥാർത്ഥത്തിൽ നമുക്ക് തത്സമയം അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് ആവശ്യമായ നോളജ്, ട്രെയിനിങ് സെക്ഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ മുതലായവയൊക്കെ നമുക്ക് ഇതിലൂടെ ഇന്ററാക്ട് ചെയ്ത് കണ്ടു കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് വെബിനാർസും ഓൺലൈൻ പ്രസന്റേഷനും. ഇതെല്ലാം ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. ഓക്കെ ആണോ? 5 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 എണ്ണത്തിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചു. ക്ലിയർ ആണോ? എക്സ്ട്രാ പറയാനൊന്നുമില്ല, അതുകൊണ്ട് മിസ് എക്സ്ട്രാ എടുത്ത് പറയാത്തത് കേട്ടോ. കാരണം നമ്മളൊക്കെ ചെയ്യുന്ന, നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ഇമെയിൽസ് അയക്കാറുണ്ട് അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ നമ്മൾ വീഡിയോ കോളുകൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയാസ് മിക്ക ദിവസവും യൂസ് ചെയ്യാത്ത, ഒരു ദിവസം പോലെ യൂസ് ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. ആണോ? നിങ്ങൾ ചെയ്യാത്ത ദിവസങ്ങളുണ്ടോ? വളരെ കുറവായിരിക്കും ഇല്ലേ? എങ്ങനെയൊന്നാൽ പോലും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കും അല്ലെ. ഒന്നില്ലെങ്കിൽ ആ ഒരു വാട്സപ്പിന്റെ ചിഹ്നത്തിൽ ഒരു റെഡ് മാർക്ക് അല്ലെങ്കിൽ എത്ര മെസ്സേജുകളുടെ എണ്ണം കാണുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാറ്റി വെച്ചാലും കയറി പോവില്ലേ? പോവോ? എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്, ഒരാളെ മാത്രമില്ല അല്ലേ. നമ്മളെല്ലാരും സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരല്ലേ അല്ലെ, നമ്മൾ അത് കയറി പോകും. നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അപ്പൊ ഒരു ദിവസം പോലും നമുക്ക് ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് എക്സ്ട്രാ എടുത്ത് പറയാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് പോവാം. അതൊന്നൊരു ബ്രീഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓവറോൾ ദ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് എഫക്റ്റീവ്, convenient and dynamic methods to link with others, share information and collaborate across distances. എത്ര ദൂരെയാണെങ്കിൽ പോലും അല്ലെ, എത്ര ദൂരെയാണെങ്കിൽ പോലും നമുക്ക് അവരുമായിട്ട് സഹകരിക്കാനും അവർക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെയുള്ള അങ്ങനെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഇന്റർനെറ്റിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഹാസ് brought people closer together അല്ലെ. ഇന്റർനെറ്റ് വന്നതോട് കൂടി ആളുകളെ കുറച്ചും കൂടി നമുക്ക് ക്ലോസ് ആക്കാൻ അല്ലെങ്കിൽ അടുപ്പിക്കാനായിട്ട് സഹായിക്കുമായില്ലേ? കൂടുതൽ അടുപ്പിക്കാൻ പറ്റില്ലേ അല്ലെ? നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ. നമുക്ക് എപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമോ അപ്പോ നമുക്ക് അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. പ്രൊമോട്ടിംഗ് ഗ്ലോബൽ കണക്ടിവിറ്റി. നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ളവരെ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആണോ? അല്ല, ആഗോളതലത്തിൽ അല്ലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പോലും നമുക്ക് എവിടെ നിന്നും എപ്പോ വേണം, അതായത് ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ് ഓഫ് ടൈം ആൻഡ് ലൊക്കേഷൻ, സമയം അതുപോലെ തന്നെ ലൊക്കേഷൻ എന്ന് പറയുന്ന തടസ്സങ്ങളൊക്കെ തകർന്ന രീതിയാണ് അല്ലെ. ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ്, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ തകർക്കുകയും ചെയ്തു. നമുക്കൊരു സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർ ഭയങ്കര ദൂരെയാണല്ലേ, എങ്ങനെ നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന രീതിയിൽ ഒരു ആശങ്കയും
നമുക്കിപ്പോ ഇന്റർനെറ്റ് വന്നതിലൂടെ ഉണ്ടാവുന്നില്ല അല്ലെ. നമുക്ക് എവിടെ നിന്ന് ഏത് സമയത്തും എവിടെയുള്ള ആളുകളുമായിട്ട് വരികയും നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്താം, ഒരു ഇൻപുട്ട് ആക്കാം അല്ലെ. അതൊക്കെ എന്താണ് ഇന്റർനെറ്റിന്റെ ഗുണങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ഇന്റർനെറ്റ് ഇനി പറയണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ വെബ് ബ്രൗസേഴ്സിന്റെ. കേട്ടിട്ടുണ്ടോ? ഗൂഗിൾ ക്രോം കേട്ടിട്ടില്ലേ? ഗൂഗിൾ ക്രോം നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒക്കെ സെർച്ച് ചെയ്യുന്നത് അല്ലെ. മോസില്ല, ഫയർഫോക്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസേഴ്സ് തോന്നുന്നു അല്ലെ. ഇത് രണ്ടും തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് അല്ലെ. നമ്മൾ കൂടുതലും ക്രോം ആണ് യൂസ് ചെയ്യുക അല്ലെ. ഗൂഗിൾ ക്രോം തന്നെയാണ് അല്ലെ യൂസ് ചെയ്യുന്നത്. Okay, but okay, web browsers are software application that make users able to evaluate and navigate the World Wide Web. നമ്മുടെ ഒരു വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വേൾഡ് വൈഡ് വെബ് പോലെയുള്ള വെബ് പേജുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കാനും അവിടെ വിലയിരുത്തൽ നടത്താനും സഹായകമാകുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസേഴ്സ്. ഈ വെബ് ബ്രൗസേഴ്സിൽ നമ്മുടെ www. അല്ലെ, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ആ വെബ് പേജിലേക്ക് നമുക്ക് എത്തേണ്ടത്, ആ വെബ് പേജ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ വെബ് പേജിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ലേ? കൊണ്ടുപോവോ? ഈ വെബ് ബ്രൗസേഴ്സ് അല്ലേ കൊണ്ടുപോകുന്നത്. നിങ്ങളൊക്കെ ഗൂഗിൾ ക്രോം ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ ഗൂഗിൾ ക്രോമിൽ നമുക്ക് ഏത് വെബ് പേജിലേക്കാണോ ചെല്ലേണ്ടത് അപ്പൊ അത് നമ്മൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെബ് ബ്രൗസേഴ്സ് നമ്മൾ ആ ഒരു വെബ് പേജിലേക്ക് എത്തിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, പ്രൊവൈഡ് എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഫോർ ഇൻഡിവിജ്വൽ ടു ഇന്ററാക്ട് വിത്ത് വെബ്സൈറ്റ്സ്, സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്. അപ്പൊ നമുക്കൊരു വെബ്സൈറ്റുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തണമെങ്കിൽ, വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയണം അല്ലെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുവഴി സഹായകമാകുന്നത് ഇല്ലേ. അതുപോലെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തണം. നമ്മുടെ ഗൂഗിൾ ക്രോമിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഒരു വേർഡിന്റെ മീനിങ് നമുക്കറിയില്ല, നിങ്ങൾ എന്താ ചെയ്യാ? ഉടനെ ആ ഗൂഗിൾ ക്രോം എടുത്ത് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ അതല്ല ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോമിൽ എന്ത് ചെയ്യും? നമ്മൾ അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കും അല്ലെ. സെർച്ച് ഫോർ ഇൻഫർമേഷൻ, ആ ഒരു ഇൻഫർമേഷന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യും അല്ലെ. ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്, ഇനി എന്ത് ചെയ്യുന്നു? ആ ലഭ്യമാകുന്ന ഓൺലൈൻ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു അല്ലെ. ആണല്ലോ, നമ്മുടെ ഈ ഓൺലൈൻ കണ്ടന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, കൺസ്യൂം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന വെബ് ബ്രൗസറിന്റെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഓൺലൈൻ ആയിട്ട് ഒരു വെബ് പേജിലേക്ക് കയറണമെങ്കിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെർച്ച് ചെയ്ത് കണ്ടെത്തണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കണമെങ്കിലോ ഈ വെബ് ബ്രൗസേഴ്സിന്റെ സഹായത്തോടു കൂടി നമുക്കിത് ചെയ്യാവുന്നതാണ്. അതിന് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ക്രോം, മോസില്ല, ഫയർഫോക്സ്, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളുകൾ. കാരണം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിളുകളും ഇത് തന്നെയായിരിക്കും. Here are some important points about web browsers. ഇനി നമ്മൾ പറയുന്നത് വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. 4 പോയിന്റ്സ് പറയുന്നുള്ളൂ. ഇത് വളരെ ചെറിയൊരു ടോപ്പിക് ആണ് കേട്ടോ. 4 പോയിന്റ്സ് പറയുന്നത്. ഒന്നാമത്തത് യൂസർ ഇന്റർഫേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലേ? നമുക്ക് ഒരു ഗൂഗിൾ ക്രോം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ അത് കണ്ടെത്താനും സെർച്ച് ചെയ്യാനൊക്കെ? ബുദ്ധിമുട്ടാണോ? അത് യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെ. ആ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണ് നമ്മുടെ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിത്ത് ആസ്പെക്ട്സ് ലൈക്ക് അഡ്രസ് ബാറുകൾ ഉണ്ടാവും അല്ലെ. നമുക്ക് ഏതാണോ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനുള്ള അഡ്രസ് ബാറുകൾ ഉണ്ടാവും. ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക് എളുപ്പം, അതായത് നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോ പിന്നീട് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഒരു വെബ് പേജിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറി വിചാരിക്കാം, നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് ഇനിയും നമുക്ക് അതിൽ ആവശ്യമുണ്ട്, നമുക്ക് ഇനിയും അതിലേക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യാറുണ്ടോ? ബുക്ക് മാർക്ക് ഒക്കെ ചെയ്ത് വെക്കാറുണ്ടോ? ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജുകളൊക്കെ പിന്നീട് ആവശ്യമുള്ള വെബ് പേജുകൾ അല്ലെങ്കിൽ ഇനി എടുക്കേണ്ടതായിട്ട് വരുന്നതാണെങ്കിൽ
ആരും ചെയ്യാറില്ല? ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ആ നാവിഗേഷൻ ബട്ടൺസ് ഉണ്ടാവും അല്ലെ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് റീഡയറക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് നെറ്റ് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ റീഡയറക്ട് ചെയ്തിരുന്നു അല്ലെ? ആണോ? ഇനി ഇതൊന്നും കണ്ടിട്ടില്ലേ? അതുപോലെ ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്തതിൽ വല്ല വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കൃത്യമായിട്ടുള്ള ഇടങ്ങളിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്ത് വിടാനായിട്ടുള്ള ബട്ടൺസ് ഉണ്ടാവും അല്ലെ? ആൻഡ് they permit user to get into website address അല്ലെങ്കിൽ URLs ഇല്ലേ? നമ്മൾ www അല്ലെങ്കിൽ HTTP എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വെബ് അഡ്രസ്, അല്ലെങ്കിൽ ആ ഒരു സെർച്ച് ക്വറീസ്, നമ്മൾ ഏതാണോ നമുക്ക് വേണ്ട ആ ഒരു വെബ്സൈറ്റിന്റെ URLs അത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പേജിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനും ആൻഡ് വിഷ്വലി അപ്പീലിംഗ് ഫോർമാറ്റ് നമുക്ക് കാണുമ്പോൾ വളരെ ആകർഷണീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോർമാറ്റില് നമുക്കത് തിരിച്ച് ആ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് യൂസർ ഇന്റർഫേസ്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. അഡ്രസ് ബാറുകളുണ്ട്, ബുക്ക് മാർക്സ് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും, നാവിഗേഷൻ ബട്ടണുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് URLs അല്ലെങ്കിൽ അഡ്രസ്, വെബ്സൈറ്റ് അഡ്രസ്സുകൾ അടച്ചു കൊടുത്താൽ എളുപ്പത്തിൽ നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ആവശ്യപ്പെട്ടത് അതേ വെബ്സൈറ്റിലേക്ക് പെട്ടെന്ന് നമ്മൾ എത്തിക്കുകയും നമുക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആവുന്ന അല്ലെങ്കിൽ ആകർഷണീയമായ രീതിയിൽ നമുക്കത് എത്തിച്ചു നൽകുകയും എന്ത് ചെയ്യുന്നുണ്ട്? വെബ് ബ്രൗസേഴ്സ് ചെയ്യുന്നുണ്ട്. അത്രയും ഒന്ന് വായിച്ചു വരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.